നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെയും വിധിയെത്തന്നെയും മാറ്റിയെഴുതാൻ സഹായിക്കുന്ന ഒരു ചെറിയ ശീലത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും, ഇത്ര ലളിതമായ ഒരു കാര്യം കൊണ്ട് ശരിക്കും വിധി മാറുമോ എന്ന്. പക്ഷേ ഇന്നത്തെ കഥ കഴിയുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് സ്വയം കിട്ടും. നമ്മൾ ഓരോരുത്തരും ഒരിക്കലെങ്കിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇത്ര കഷ്ടപ്പാടുകൾ? ജോലി ശരിയാകുന്നില്ല, ബന്ധങ്ങൾ വേദനിപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു, പക്ഷേ ഒന്നും മാറുന്നില്ല. ഈ അനുഭവമുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ കഥ. ഒരിക്കൽ ചുട്ടുപൊള്ളുന്ന ഒരു മരുഭൂമിക്ക് നടുവിൽ വളരെ ക്ഷീണിച്ച ഒരു ചെറിയ കുരുവി ജീവിച്ചിരുന്നു. ചൂട് സഹിക്കാൻ കഴിയാത്തതായിരുന്നു. അതിനു പറക്കാൻ പോലും ശക്തിയുണ്ടായിരുന്നില്ല. തന്റെ ജീവിതത്തിൽ വേദന മാത്രമേയുള്ളൂവെങ്കിൽ ദൈവം എന്തിനാണ് തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത് എന്ന് ആ കുരുവി എപ്പോഴും ചിന്തിച്ചിരുന്നു. ഒരു ദിവസം ആ വഴി വന്ന ഒരു യുവസന്യാസിയെ കുരുവി കണ്ടു. കുരുവി സന്യാസിയോട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞു. ഈ കഷ്ടപ്പാടുകൾ എന്ന് തീരുമെന്ന് തന്റെ ഗുരുവിനോട് ചോദിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. ആ ചെറിയ ജീവിയുടെ വേദന കണ്ട് സന്യാസിക്ക് മനസ്സ് നിറഞ്ഞു. അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു, ഞാൻ ഗുരുവിനോട് ചോദിക്കാം. സന്യാസി തന്റെ ഗുരുവിനെ കണ്ടപ്പോൾ കുരുവിയുടെ കഥ മുഴുവൻ പറഞ്ഞു. ഗുരു കണ്ണടച്ച് ദീർഘനേരം ധ്യാനിച്ചു. പിന്നെ ശാന്തമായ ഒരു ശബ്ദത്തിൽ പറഞ്ഞു, ആ കുരുവിയുടെ വിധിയിൽ ഇനി 10 വർഷത്തെ കഷ്ടപ്പാടുകൾ കൂടിയുണ്ട്. സന്യാസി ഞെട്ടി. ഗുരോ, ആ ചെറിയ ജീവിക്ക് ഇനി 10 വർഷം ഇങ്ങനെ സഹിക്കാൻ കഴിയില്ല. അതിനൊരു പരിഹാരമില്ലേ? ഗുരു ഒരു നിമിഷം നിന്നു. പിന്നെ പറഞ്ഞു, ഒരു പരിഹാരമുണ്ട്. വിശപ്പോ ദാഹമോ ക്ഷീണമോ എന്തുതന്നെയായാലും എല്ലാ സാഹചര്യങ്ങളിലും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കൂ. സന്യാസി മടങ്ങിവന്ന് ഈ വിവരം കുരുവിയെ അറിയിച്ചു. കുരുവി ആദ്യം ആശ്ചര്യപ്പെട്ടു. ഇത്ര ലളിതമായ ഒരു കാര്യം കൊണ്ട് 10 വർഷത്തെ കഷ്ടം മാറുമോ? പക്ഷേ ആ കുരുവിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. അന്നുമുതൽ ആ കുരുവി എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങി. ഈ ചൂടിനും സർവശക്തന് നന്ദി, ഈ ക്ഷീണത്തിനും നന്ദി, ഈ ഒറ്റപ്പെടലിനും നന്ദി, എല്ലാത്തിനും സർവശക്തന് നന്ദി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മരുഭൂമിയിൽ അത്ഭുതം സംഭവിച്ചു. ആകാശത്ത് മേഘമുണ്ടായി, മഴ പെയ്തു. ആ പൊള്ളുന്ന മണ്ണ് നനഞ്ഞു, പച്ചപ്പ് പൊട്ടിമുളച്ചു. കുരുവിക്ക് പുതിയ ഊർജം ലഭിക്കുകയും അത് വീണ്ടും ആകാശത്തേക്ക് പറക്കുകയും ചെയ്തു. ആഴ്ചകൾക്കു ശേഷം തിരികെ വന്ന സന്യാസി ആ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഗുരുവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഗുരു ശാന്തമായി പറഞ്ഞു, ഒരു വ്യക്തി ശുദ്ധമായ ഹൃദയത്തോടെ നന്ദി പറയുമ്പോൾ അത് അവരുടെ കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നു. അങ്ങനെയാണ് 10 വർഷത്തെ വേദന വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാറിയത്. ഈ കഥയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ കുരുവി ദൈവമേ, ഈ കഷ്ടം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചതല്ല, ഈ കഷ്ടത്തിനും നന്ദി എന്ന് പറഞ്ഞു. ഇതാണ് വ്യത്യാസം. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് ഇത് മാറ്റണേ, ഇത് കൊണ്ടുപോകണേ എന്നാണ്. പക്ഷെ നന്ദി, ആ ഒറ്റ വാക്ക് ഹൃദയത്തിലെ ഭാരം ഇറക്കിവെക്കുന്നു, കർമ്മത്തെ ദഹിപ്പിക്കുന്നു, വിധിയെ മാറ്റുന്നു. ജീവിതം മാറുന്നത് സാഹചര്യങ്ങൾ എളുപ്പമാകുമ്പോഴല്ല, നമ്മുടെ മനോഭാവം മാറുമ്പോഴാണ്. നന്ദി ഒരു വികാരം മാത്രമല്ല, അതൊരു ശക്തിയാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയെ ഓർക്കൂ. ആ വേദനയോടും ആത്മാർത്ഥമായി ഒരു തവണ നന്ദി പറയൂ. ആ ഒരു നിമിഷം നിങ്ങളുടെ 10 വർഷം കുറഞ്ഞു തുടങ്ങിയേക്കാം. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേദനയെ സമാധാനമാക്കി മാറ്റാനും വിധിയെപ്പോലും മാറ്റാനും ശക്തിയുണ്ട് എന്നാണ്. നമ്മുടെ സാഹചര്യങ്ങൾ എളുപ്പമാകുമ്പോഴല്ല, മറിച്ച് നമ്മുടെ മനോഭാവം കൂടുതൽ ശക്തമാകുമ്പോഴാണ് ജീവിതം മാറുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഈ കഷ്ടപ്പാടിലൂടെ കടന്നുപോകുന്ന ഒരാൾക്ക് ഈ വീഡിയോ ഒന്ന് അയക്കൂ. അത് അവർക്കൊരുപക്ഷെ വലിയ ആശ്വാസമായേക്കാം. കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാത്തിനും നന്ദി പറഞ്ഞ് സന്തോഷമായിരിക്കുക.